വസ്ത്രാചാരം ആരുടെ പിടിവാശി എന്നാണ് ചോദ്യം. അതിഥികളായത് മുഖപ്പം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, നിരീക്ഷകൻ, ഷാജി രാഘവൻ, BJP പ്രതിനിധി എന്നിവരാണ്. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടി ഇന്ന് വന്നാൽ, ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരമായിരിക്കും. ആ ആചാരങ്ങൾ തിരുത്താൻ പറയേണ്ടത് ആരാണ് എന്ന ചോദ്യമാണ് ഇന്ന് NSS ആസ്ഥാനത്ത് നിന്നും കേട്ടത്. സ്വാമി സച്ചിദാനന്ദ പറയുന്നു, ഞാനൊരു സന്യാസി ആയതുകൊണ്ട് തന്നെ എനിക്കാണ് പറയാൻ കൂടുതൽ യോഗ്യത ഒരു സമുദായത്തിലെ പ്രമാണിയേക്കാൾ എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറയുന്നതും. യഥാർത്ഥത്തിൽ ഈ ഷട്ടും സനാതനധർമ്മവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വാമി സച്ചിദാനന്ദ പറയാൻ ശ്രമിച്ചതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ തുടർച്ചയായി പൂണൂൽ എന്ന അടയാളത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആചാരം കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ അത് കാലഹരണപ്പെട്ടിരിക്കുന്നു, ആ ആശയത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഷട്ടിട്ട് കയറാം, ദർശനം നടത്താമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ? നഗ്നതയ്ക്ക് സനാതന ധർമ്മവുമായി വളരെയധികം ബന്ധമുണ്ട് എന്നൊരഭിപ്രായമാണ് ഒരു ചരിത്ര പഠിതാവ് എന്നതിലേക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം തൃപ്പൂണിത്തുറ പൂർണ്ണശ്രീശ ക്ഷേത്രത്തിൽ ബ്ലൗസും ധരിച്ചുകൊണ്ട് തൊഴാൻ ചെന്ന, പ്രാർത്ഥിക്കാൻ ചെന്ന നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചുകൂറിയ ചരിത്രമുണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്. അന്ന് തൃപ്പൂണിത്തുറ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് ആ പ്രവൃത്തി ചെയ്തത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നഗ്നമായ മാറിടം കാണിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്ര ദർശനം അനുവദിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ നഗ്നതയും ആചാരവുമായി വളരെയധികം ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ പറയാൻ ശ്രമിച്ച എന്താണ്, ഈ ആചാരങ്ങൾ പരിഷ്കരിക്കണം. അത് നാരായണ ഗുരുവിന്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ പുരോഗമനാത്മകമായ ഒരു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം ഒരു പ്രസ്താവന പറഞ്ഞത്. ഗുരു ഇത്തരം ധാരാളം പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടില്ലേ? ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് ഞാൻ പറയാം. സാധാരണ എന്താണ് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു ചിട്ട? മുഹൂർത്തം അനുസരിച്ച് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു രീതി. പക്ഷെ നാരായണ ഗുരുസ്വാമികൾ അങ്ങനെ മുഹൂർത്തം നോക്കി പ്രതിഷ്ഠിച്ച ഒരാളല്ല. ഒരിക്കൽ ഒരു ശാസ്ത്രി ഗുരുദേവനോട് ചോദിച്ചു, മുഹൂർത്തം നോക്കിയോ? ഗുരു പറഞ്ഞ മറുപടി, കുട്ടി ജനിച്ചു, ഇനി മുഹൂർത്തം നോക്കാം. അതായത് പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു, ഇനി വേണമെങ്കിൽ ആവാം എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ ഒരിക്കൽ ഗുരു ഒരിടത്ത് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ചെന്നു. അവിടെ ഇരുന്ന മുഴുവൻ വിഗ്രഹങ്ങളും ചാക്കി കെട്ടിക്കൊണ്ട് പോരുകയാണ് ഗുരു ചെയ്തത്. അപ്പൊ ഇങ്ങനെ കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഗുരുസ്വാമികൾ. എന്തിനേറെ സുപ്രീം കോടതിയിൽ പോകുന്ന മനുഷ്യരാണ് നമ്മൾ, അല്ലേ? അങ്ങനെ വ്യത്യാസമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷാജി രാഘവൻ, അങ്ങയുടെ മറുപടി കൂടി വേണം. ഈ വിഷയത്തിൽ NSSനൊരു നിലപാടാണ്, ശ്രീനാരായണീയ ധർമ്മ വിശ്വാസികൾക്ക് മറ്റൊരു നിലപാടാണ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? BJPയുടെ ടേക്ക് എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഈ തരത്തിലുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ സന്യാസി സമൂഹം, അതേപോലെ തന്നെ ആത്മീയ ആചാര്യന്മാർ, സമുദായ സംഘടനാ നേതാക്കന്മാർ, ഇവർക്കൊക്കെ അതിന് അവകാശമുണ്ട്. ആത്യന്തികമായി അവരത് ചർച്ച ചെയ്തിട്ട് പല ഘട്ടങ്ങളിലും പലതും മാറി വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. ഇതിനുള്ള സ്പേസ് പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് പോലും ഈ പറയുന്ന മഹത്തായ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമായാലും ഇന്നലെ സ്വാമി സച്ചിദാനന്ദ സ്വാമി ആയപ്പോലും ഈ സനാതനധർമ്മത്തെ തള്ളി പറയാത്തത് അതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് മുമ്പ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് പോലും അതിനെ തള്ളി പറയുന്നില്ല അദ്ദേഹവും. അല്ല, പക്ഷെ പ്രശ്നം എന്താ, മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുദേവനെ ഈ സനാതനധർമ്മത്തിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയില്ലേ? എന്തുകൊണ്ട് ഹൈന്ദവമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ആചാര കാര്യങ്ങളിൽ മാത്രം ഈ ഇടപെടൽ ഉണ്ടാവുന്നു? ഇതിനു മുമ്പ് ശബരിമലയിൽ ഉണ്ടായില്ലേ ഒരു കോടതി വിധിയുടെ പേരിൽ? കോടതി വിധി നാട്ടിൽ എന്തുമാത്രമുണ്ട്. അപ്പൊ ഇത് സാധിക്കുന്നത് ഈ ഇവിടുത്തെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് കണ്ടാൽ സന്തോഷമാവും എന്നുള്ള തോന്നലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും UDF-നും. കാരണം KPCC പോലും നിലപാടെടുക്കുന്നു. പ്രീണിപ്പെടുത്താൻ വിശ്വാസങ്ങൾ ഓരോരുത്തരെയും വ്യക്തി കേന്ദ്രീകൃതമാകുന്നുണ്ട്. അതിന് സാമൂഹികമായ അർത്ഥങ്ങളും ആചാരങ്ങളും ഒക്കെ നിലവിൽ വരുമ്പോൾ അതിനെ പരിഷ്കരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. തൃപ്പൂണിത്തുറയിലെ പഴയ നായർ സ്ത്രീയല്ല ഇന്ന് തൃപ്പൂണിത്തുറയിൽ കയറുന്ന നായർ സ്ത്രീ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്ന പണ്ട് 921 മുമ്പ് കയറിയിരുന്നത് പോലെയല്ല ഇന്ന് നമ്മൾ കയറുന്നത്. മാറ്റങ്ങൾ സ്വാഭാവികമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഒപ്പം ഷാജി രാഘവൻ. നന്ദി. Debate with Dr. Arun Kumar.